ഹലോ ഗൈസ്, ഈ റെഡി ആയിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു തുടരുമയമാണ് കേട്ടോ. എല്ലാ ഫ്രണ്ട്സും പോയി ഫിലിമൊക്കെ കണ്ട് അടിപൊളി റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വർക്കിംഗ് ഡേ വരാനുള്ള റീസൺ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പാർക്കിങ്ങിൽ കാണാം. ആൾ ഫ്രീ ആയിട്ട് കാര്യമായിട്ട് അങ്ങ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, വീക്കെൻഡുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയം നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഒരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. പക്ഷേ ഇതാ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കിത് നോക്കിക്കേ, പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഫ്രീ ആയിട്ട് കിടക്കും. ഒറ്റ വണ്ടി പോലും ഇല്ല. കേതൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര ഫ്രീ ആയിട്ട് കാണുന്നത്. കേതൻ അങ്ങനെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതാ മേലോട്ട് കയറി. കേതനും ഞാനും കൂടെ കൈയൊക്കെ പിടിച്ച് ആടിപ്പാടി നടക്കുന്ന കണ്ടുകൊണ്ട് പതുക്കെ നടക്കാതെ പെട്ടെന്ന് വരാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അതാണ് ഞാൻ ചിരിച്ചത്. അങ്ങനെ തന്നെ ഞങ്ങൾ മേളിലെത്തി. എൻ്റെ ഈ ഓട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക്. കാരണം എന്ത് ഫുഡ് ഓർഡർ ചെയ്യണം, എല്ലാ വെറൈറ്റീസ് നമുക്ക് സ്ട്രീറ്റിൽ കിട്ടുന്ന ഫുഡ് മുതൽ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ കിട്ടും. പിസ്സ, അതേപോലെ തന്നെ ബർഗർ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ബിരിയാണി ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സമൂസ ഐറ്റംസ്, ചാറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് വാങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഈ ഫുഡുകൾക്കൊക്കെ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കൊരു ചേഞ്ചിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്താണെങ്കിലും ഇതാ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ചെയറൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. ഞങ്ങളുടെ ഗുഡ് ഡിസിഷൻ ആയിരുന്നു ഇത്. സാധാരണ ഞങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം കാണിച്ചില്ലല്ലോ. ഞങ്ങൾ ഇന്ന് തന്നെ വന്നത് വളരെ നല്ലൊരു ഡിസിഷനായിരുന്നു. അങ്ങനത്തെ സ്ഥിരം കേതൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പം എനിക്ക് ആദ്യം വായി വെച്ച് തരാറുണ്ട് കേട്ടോ. ഇന്ന് അവൻ എനിക്ക് വായി വെച്ച് തരാൻ മറന്നുപോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ. അതുകൊണ്ട് അത് താഴെ പോയി എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങളുടെ ഫുഡ് എത്തി. അങ്ങനത്തെ ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേതന് ഞാൻ വേറെ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് നൂഡിൽസും ചിക്കനും ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനത്തെ കേതൻ്റെയും ഹസ്ബൻഡിൻ്റെയും ബിരിയാണി എത്തി. എനിക്ക് ഹസ്ബൻഡിന് 2 മൊഹിറ്റോയും വാങ്ങിച്ചു, കേതന് ഒരു മാംഗോ ഷേക്കും വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ മൊഹിറ്റോ കുടിച്ചിട്ട് കേതൻ അടിപൊളിയാന്ന് പറയുകയാണ് കേട്ടോ. കേതൻ ആയതിനു ശേഷം, കേതന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡൊക്കെ സാധാരണ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. വരുമ്പോഴെല്ലാം ഞാൻ കേതനും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ സ്ഥിരം വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നീ നിൻ്റെ ഫുഡ് കോംപ്രമൈസ് ചെയ്യേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു, ഞാനും കേതനും കൂടെ ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് കേട്ടോ ഹസ്ബൻഡ് ഇത്തവണ ബിരിയാണി വാങ്ങിച്ചത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഈ ഒരു ബിരിയാണി അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫുഡടിയൊക്കെ ഞങ്ങളുടെ ഫിലിം കാണാൻ എത്തി. ശരിക്കും ഗൈസ് ഞങ്ങൾ പെട്ട് കേട്ടോ. കാരണം സൂപ്പർമാൻ്റെയും പാഡിങ്ടൺ ഇൻ പെറുവിൻ്റെയൊക്കെ പോസ്റ്റർ കണ്ട് കേതൻ ഭയങ്കരമായിട്ടും തുള്ളിച്ചാട്ടമായിരുന്നു. കേതന ഫിലിം കാണാൻ വരണമെന്നും പറഞ്ഞ് എന്തായാലും നെക്സ്റ്റ് വീക്ക് നമുക്ക് വരാമെന്ന് പറഞ്ഞ് കേതനെ ഒതുക്കി കേട്ടോ. ഞങ്ങൾ പഴയകാല സിനിമകളിലെ എൻ്റെ ഫേവറേറ്റ് ജോഡികളായിരുന്നു കേട്ടോ, മോഹൻലാലും ശോഭനയും. അവർ വീണ്ടും ഒന്നിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ഫിലിം എനിക്ക് ഏറ്റവും ഫേവറേറ്റും ആയിരിക്കും കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു ഫിലിമിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് പഴയ ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. എന്താണെങ്കിലും മോഹൻലാലിനെ തിരിച്ചു വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ എന്നും മോഹൻലാൽ ഒരു ബെസ്റ്റ് ആക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫിലിം പോയി കാണുക. ബൈ.